ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സംഗീത്. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് KFC ചിക്കനാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, അയ്യേ KFC ചിക്കനാ, എല്ലാവരും ഇതല്ലേ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്ന KFC ചിക്കൻ മെത്തേഡ് വേറെയാണ്. ഭൂരിഭാഗം പേരും ഈ മെത്തേഡ് പരീക്ഷിച്ച് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ ആ മെത്തേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ പാചകപ്പരയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വേണ്ട ചിക്കനാണ്. ഞാൻ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ വാഷ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിപ്പോൾ ഇവിടെ 1.5 ടീസ്പൂണാണ് ഇട്ടത്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, നമ്മളെ വിഷാംശവും അതിൻ്റെ കറയും എല്ലാം പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി. ഞാനിതിൻ്റെ ഒന്നും അളവ് പറയാതെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം നമുക്ക്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല. പിന്നെ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം. ഇനി ഇത് നല്ല പോലെ ഇളക്കി എടുക്കുക. എല്ലായിടത്തും അതിൻ്റെ കണ്ടൻ്റ് എല്ലാം എത്തണം. എന്നിട്ട് ഇത് നമുക്ക് 2 മണിക്കൂർ വെച്ചേക്കണം. ഇനിയിപ്പോൾ 2 മണിക്കൂർ വെച്ചതാണിത്. ഇത് നമുക്കെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് എടുത്തിടാം. കുക്കറിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ചിക്കൻ മാത്രം എടുത്തിട്ടാൽ മതി. ഒരിക്കലും കുക്കറിൽ വെയിറ്റ് ഇടുകയേ ചെയ്യരുത്. അല്ലാതെ വേണം നമ്മൾ ആവിയേറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കറിന് ഫസ്റ്റായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു തവണ ആവിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ട, നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ ഇതിൻ്റെ കൊഴുപ്പും മറ്റു കാര്യങ്ങളും അടിഞ്ഞു കിടക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ചിക്കൻ മാത്രം മതി. ചിക്കൻ മാത്രം എടുത്ത് വേറെ പ്ലേറ്റിലാക്കുക. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മൈദാമാവ് എടുക്കുക. ഞാൻ ഇവിടെ ഒരു 3.5 കപ്പ് 4 കപ്പ് മൈദാമാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, ഓവറായിട്ട് ഇടരുത്, കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലേശം കുരുമുളക് പൊടി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇത് ഇളക്കി എടുക്കണം. എല്ലായിടത്തും അത് പറ്റണം. അത് ആ കണ്ടൻറ്റ് എല്ലായിടത്തും എത്തണം. ആ രീതിക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. 5 മുട്ട, കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ. ഉപ്പ് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി വേണ്ടത് ഓട്സും കോൺഫ്ലെക്സും ആണ്. ഞാനിവിടെ നോർമൽ കോൺഫ്ലെക്സാണ് എടുത്തേക്കുന്നത്. വേറെ ഒന്നും പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലെക്സാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് സാധാ ഒരു ഓട്സും, വേറെ ഇൻഗ്രീഡിയൻ്റുള്ള ഓട്സൊന്നും എടുക്കേണ്ട. അത് കഴിഞ്ഞ് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട, നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാവൂ. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു മിക്സിങ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റേജിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ എടുക്കുക. ആദ്യം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന
മൈദ മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും പറ്റണം. അത് എല്ലായിടത്തും പറ്റിയിട്ട് നേരെ എഗ്ഗിലൊന്ന് റോൾ ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ സൊല്യൂഷനിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ മാവിൽ ഒരു കോട്ടിങ് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഒരു സിംഗിൾ കോട്ടിങ് മതി എന്നുണ്ടെങ്കിൽ മൈദ മാവിൽ മുക്കി മുട്ടയിൽ മുക്കി നേരെ ഓട്സിൻ്റെ അതിനകത്ത് മുക്കിയെടുത്താൽ മതി. ഡബിൾ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്യുക. ഇത് നല്ല പോലെ ആ മിക്സ്ചറിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു സൈഡ് പോലും ഫില്ല് ചെയ്യാതിരിക്കരുത്. എല്ലായിടത്തും നല്ല പോലെ റോൾ ചെയ്തെടുക്കണം. ഇത് എല്ലായിടത്തും പറ്റാൻ വേണം. ഈ ഒരു ലെവലിൽ കിട്ടണം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് വരാം. എല്ലാ ചിക്കനും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. പൊരിച്ചെടുക്കുക. അപ്പോൾ അടുപ്പിൽ പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളെ ചിക്കൻ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ കുക്കർ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുക്കർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ടൈം മതി. നമുക്ക് ഓവറായിട്ട് ഡീപ്പായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആ പുറത്തുള്ള ഭാഗങ്ങളും അകം കുറച്ചും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഓയിലിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിൽ ആ ഒരു ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്തു വേണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ തീ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ പൊരിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാം പൊരിച്ച് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇനി നമുക്കിത് എല്ലാവർക്കും സെർവ് ചെയ്യാം.